ഉള്ളത് ഇപ്പോൾ ഒരു 4x4 ക്യൂബാണ്. നമ്മുടെ 4x4 ക്യൂബിന്റെ വീഡിയോ കണ്ടിട്ട് അധിക പേര് ഒരു സംശയമായിരുന്നു നമ്മുടെ ഇക്വേഷൻ, അതായത് അൽഗോരിതം ഒന്നും എഴുതി കാണിക്കുന്നില്ല എന്ന് വെറുതെ പറഞ്ഞു പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ അതിന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം തന്നെ ഇതിന്റെ അൽഗോരിതമാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ലെയർ സോൾവ് ചെയ്യാനുള്ള അൽഗോരിതമാണ്. കാരണം യെല്ലോ വരെ സോൾവ് ചെയ്തതിന് ശേഷം ഈ ഫൈനൽ ഈ ലെയർ സോൾവ് ചെയ്യാനുള്ള അൽഗോരിതമാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങളിത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഫസ്റ്റത്തെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റ്, അതായത് ഒരു ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ തീരെ ഹെഡ്ലൈറ്റോ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ ആണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് 4 ഹെഡ്ലൈറ്റോ അല്ലെങ്കിൽ 3 ഹെഡ്ലൈറ്റോ അല്ലെങ്കിൽ ഒരു ബാറോ കിട്ടുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത് സോൾവ് ആവും. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു പാരിറ്റി എറർ വരിക, 2 ബാർ സൈഡിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ ഓപ്പോസിറ്റോ വരികയാണെങ്കിൽ നിങ്ങൾ ഈ പാരിറ്റി എറർ ഇക്വേഷൻ ചെയ്യണം. പിന്നെ വേറൊരു പാരിറ്റി എറർ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ പാരിറ്റിയാണ്. അപ്പോൾ യെല്ലോ പാരിറ്റിക്കുള്ള ഇക്വേഷനാണ് ഇത്. ഇപ്പം ഞാനിതാ ഇവിടെ ഒരു ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പം നിങ്ങൾ മുകളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയും നമുക്ക് ഇവിടെ 2 നമുക്ക് ഹെഡ്ലൈറ്റ് കാണുന്നുണ്ട്, കണ്ടോ, 2 ഓറഞ്ച് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ഹെഡ്ലൈറ്റ് കിട്ടിയാണ് അതിൻ്റെ പിറകെ പിടിച്ചിട്ട് നമ്മളെ ഇക്വേഷൻ ഏതാ വരുന്നത്, ഇതാ ഈ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ. അതായത് ഒരു ഹെഡ്ലൈറ്റോ അല്ലെങ്കിൽ തീരെ ഹെഡ്ലൈറ്റോ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഈ ഇക്വേഷൻ ചെയ്യുക. അതാ ആർ എഫ് ആർ ബി ടു ആർ എഫ് ആർ ബി ടു ആർ ആർ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബാറ് കിട്ടി, ഒരു ഹെഡ്ലൈറ്റ്, 2 ഹെഡ്ലൈറ്റ്, 3 ഹെഡ്ലൈറ്റ്, അതായത് 3 ഹെഡ്ലൈറ്റും ഒരു ബാറും കിട്ടി. അപ്പം നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 3 സൈഡ് ഹെഡ്, അതായത് 3 സൈഡ് ഹെഡ്ലൈറ്റോ അല്ലെങ്കിൽ ഒരു ബാറോ അല്ലെങ്കിൽ 4 ഹെഡ്ലൈറ്റോ. ഇവിടെ ഇപ്പം നമുക്ക് ഒരു ബാറും 3 ഹെഡ്ലൈറ്റോ കിട്ടി. അപ്പം നമുക്ക് ഇതാ ഈ ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ ബാറിനെ നമ്മൾ നേരെ ബാക്ക് സൈഡിൽ, ബാർ കിട്ടിയതിനെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഇതാ ഈ ഇക്വേഷനാണ് ചെയ്യുന്നത്. ആർ യു ആർ യു ആർ യു ആർ യു ആർ യു ആർ. ടോപ്പ് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്താൽ നമുക്ക് ക്യൂബ് സോൾവ് ആവും. അപ്പോൾ 4x4 ക്യൂബ് നമുക്ക് പെട്ടെന്ന് ഇതേപോലെ സോൾവ് ആക്കി എടുക്കാം. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അൽഗോരിതം വേണ്ട ആളുകൾ ഇതൊന്ന് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഈ ഇക്വേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക.